കേനോപനിഷത്ത് വാക്യഭാഷ്യത്തിൽ മൂന്നാമത്തെ ഖണ്ഡത്തിൻ്റെ ഉപോദ്ഘാതമായി സാമാന്യം ദീർഘമായൊരു ഭാഷ്യമാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. എങ്കിലും ബ്രഹ്മ ഹ ദേവേഭ്യോ വിജിഗ്യേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാം ഖണ്ഡം ആരംഭിക്കുന്നത്. ദേവന്മാർക്കായിക്കൊണ്ട് ബ്രഹ്മം ജയിച്ചു എന്ന്. അപ്പം അവിടെ ബ്രഹ്മശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. ഈ സമ്പൂർണമായിരിക്കുന്ന ജഗത്തിനും കാരണവും നിയാമകവുമാണ് ബ്രഹ്മമെന്ന് പറയും. അപ്പം അവിടെ ഒരു പൂർവപക്ഷം ഉന്നയിക്കപ്പെട്ടു. ജഗത്തിൻ്റെ നിയാമകം എന്ന് പറയാവുന്നത് കർമ്മമാണ്. കർമ്മമാണ് ഫലത്തെ നൽകുന്നത്. കർമ്മമാണ് സകല പ്രപഞ്ച വ്യവസ്ഥയ്ക്കും ആധാരം. അപ്പം അതിനെ എതിർത്തുകൊണ്ട് സിദ്ധാന്തി ഒരിക്കലും അല്ല, കർമ്മം കർത്തൃഅധീനമാണ്, കർമ്മം സ്വതന്ത്രമല്ല, കർമ്മം കർമ്മഭിന്നമായ മറ്റൊരാളുടെ ഇച്ഛാസങ്കല്പങ്ങളില്ലാതെ ഫലപ്രദാനം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കർമ്മഭിന്നമായ ഒരു ചൈതന്യം സിദ്ധമാകുന്നു. മറ്റൊന്ന്, കർമ്മം ഫലത്തെ തരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് ദൃഷ്ടവും രണ്ട് അദൃഷ്ടവും. ദൃഷ്ടത്തിൽ തന്നെ രണ്ടുണ്ട്. അനന്തര ഫലപ്രാപ്തിയും ആഗാമി ഫലപ്രാപ്തിയും. ഇതൊക്കെ ആ കർമ്മം നിർവഹിക്കപ്പെടുന്നതോടുകൂടി അത് ഇല്ലാതാവുക ചെയ്യുന്നത്. അപ്പം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആര് ഫലം പ്രദാനം ചെയ്യും? അതുകൊണ്ട് അദൃഷ്ട ഫലങ്ങൾ കർത്താവിന് ലഭിക്കുമെങ്കിൽ അത് കർമ്മഭിന്നമായ ഒന്നിനാലാണ് ഉറപ്പിച്ചു. ആ ഭാഗമാണ് നമ്മൾ ഒടുവിൽ ശ്രദ്ധിച്ചത്. സുദീർഘമായ ചർച്ചയാണ്. ഈ ഭാഗത്ത് പ്രധാനമായിട്ട് പൂർവപക്ഷം പൂർവമീമാംസകനാണ്. ഭാഷ്യങ്ങളിൽ ഏറ്റവും അധികം പൂർവപക്ഷമായിട്ട് വരുന്നത് സാഖ്യനും അതുപോലെ ബൗദ്ധരുടെ ശൂന്യവാദിയുമാണ്. ചില സ്ഥലത്ത് ക്ഷണികവാദിയും. ഏറ്റവും പ്രധാനമല്ലനായിട്ട് ഭാഷ്യകാരൻ കൂട്ടിയിട്ടുള്ളത് സാഖ്യനെയും ബൗദ്ധനെയുമാണ്. എന്നാൽ ഒപ്പത്തിനൊപ്പം പൂർവമീമാംസകനും ഉണ്ട്. അപ്പം അവരെ വാദത്തിൽ പരാജയപ്പെടുത്തുന്നതോടുകൂടെ പ്രധാനപ്പെട്ട പൂർവപക്ഷങ്ങൾ അവയ്ക്ക് സമാധാനം നൽകപ്പെടുക ചെയ്യുന്നത്. ഇവിടെ അവസാനം നമ്മൾ പറഞ്ഞത് പരമാത്മാവിൻ്റെ ബ്രഹ്മത്തിൻ്റെ സർവനിയന്ത്രിത്വത്തെ, ഈശ്വരഭാവത്തെ പറയുന്ന ശ്രുതികളും സ്മൃതികളും ന്യായങ്ങളും അനേകമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. സ്മൃതയശ്ച സഹസ്രശാ വിദ്യന്തേ ന ച അർത്ഥവാദാഃ ശക്യന്തേ കൽപ്പയിതും അനന്യയോഗിത്വേ സതി വിജ്ഞാനോത്പാദകത്വാത്. ഈ ശ്രുതി സ്മൃതികളൊന്നും അർത്ഥവാദങ്ങളാണെന്ന് കൽപ്പിക്കാൻ തരമില്ല. അവയാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന അറിവ് മറ്റൊരു പ്രമാണത്തെ കൊണ്ടും ഇല്ലാതാകുന്നുമില്ല. അതാണ് അവസാനം പറഞ്ഞത്. തുടർന്ന് അപ്രതിഷേധാച്ച ന ച ഈശ്വരഃ നാസ്തീതി നിഷേധഃ അസ്തി.
പ്രാപ്ത്യഭാവാദിതി ചേത് ന ഉക്തത്വാത് ന ഹിംസ്യാത് ഇതി വത് പ്രാപ്ത്യഭാവാത് പ്രതിഷേധഃ ന ആരഭ്യത്തെ ഇതി ചേത് ന ഈശ്വരസദ്ഭാവേ ന്യായസ്യ ഉക്തത്വാത് അഥവാ പ്രതിഷേധ അഥവാ അപ്രതിഷേധാദിതി കർമ്മണഃ ഫലദാനെ ഈശ്വരകാലാദീനാം ന പ്രതിഷേധഃ അസ്തി ന ച നിമിത്താന്തരനിരപേക്ഷം കേവലേന കർത്താ ഏവ പ്രത്യുക്തം ഫലം ദൃഷ്ടം ന വിനഷ്ടോപി യാഗഃ കാലാന്തരേ ഫലദോ ഭവതി അപ്രതിഷേധാച്ച ന ച ഈശ്വരഃ നാസ്തീതി നിഷേധഃ അസ്തി പ്രാപ്ത്യഭാവാദിതി ചേത് ന ഉക്തത്വാത് ന ഹിംസ്യാത് ഇതി വത് പ്രാപ്ത്യഭാവാത് പ്രതിഷേധോ ന ആരഭ്യത്തെ ഇതി ചേത് ന ഈശ്വരസദ്ഭാവേ ന്യായസ്യ ഉക്തത്വാത് അഥവാ അപ്രതിഷേധാദിതി കർമ്മണഃ ഫലദാനേ ഈശ്വരകാലാദീനാം ന പ്രതിഷേധഃ അസ്തി ന ച നിമിത്താന്തരനിരപേക്ഷം കേവലേന കർത്രൈവ പ്രത്യുക്തം ഫലദം ദൃഷ്ടം ന വിനഷ്ടോപി യാഗഃ കാലാന്തരേ ഫലദഃ ഭവതി. അപ്പോൾ അപ്രതിഷേധാച്ച നച്ച ഈശ്വരഃ നാസ്തീതി നിഷേധോ അസ്തി. പ്രതിഷേധിക്കപ്പെടാത്തത് കൊണ്ടും. അപ്പം ശ്രുതി സ്മൃതികളെ പറഞ്ഞു. എന്തിന്? ഈശ്വര അസ്തിത്വത്തെ, അല്ലെങ്കിൽ ഈശ്വരഭാവത്തോടു കൂടിയ ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തെ സമർത്ഥിക്കാൻ ശ്രുതി സ്മൃതികൾ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് അപ്രതിഷേധാച്ച്, പ്രതിഷേധിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടും. എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൽ, വേദത്തിൽ ഒരിടത്തും ഈശ്വരൻ പ്രതിഷേധിക്കപ്പെട്ടിട്ടില്ല. ഈശ്വരൻ ഇല്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നച്ച ഈശ്വരഃ നാസ്തി ഇത് നിഷേധഃ അസ്തി. ഈശ്വരൻ ഇല്ല എന്നുള്ള നിഷേധം ഇല്ല. വ്യക്തമാണല്ലോ, ഒന്നിച്ചു കൊണ്ടല്ലോ. അപ്പോൾ അവിടെ ശങ്ക വരികയാണ്. പൂർവപക്ഷമാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ശങ്ക വരികയാണ്. അല്ലെങ്കിൽ പൂർവപക്ഷി തന്നെ ശങ്ക ഉന്നയിക്കുകയാണ്. പ്രാപ്തി അഭാവാദി ഇത് ചെയ്ത് നിഷേധിക്കാത്തത് ഉള്ളതുകൊണ്ടല്ല. നിഷേധിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈശ്വരനെ നിഷേധിക്കുന്നില്ല. പക്ഷെ ഈശ്വരനെ നിഷേധിക്കാത്തത് ഈശ്വരൻ ഉള്ളത് കൊണ്ടല്ല. പിന്നെയോ ഈശ്വരനെ പ്രാപിക്കുന്നില്ല. ഈശ്വരൻ ഉണ്ട് എന്നുള്ള എന്തെങ്കിലും ഒന്നും വേണ്ടേ? ഈശ്വരൻ ഉണ്ട് എന്നുള്ള എന്തെങ്കിലും അനുഭവമോ ആശയമോ തോന്നലോ ഉണ്ടെങ്കിലല്ലേ നിഷേധിക്കണ്ടോ? അങ്ങനെ ഈശ്വരനെ ഇല്ല, പിന്നെ എന്തിനാ നിഷേധിക്കുന്നത്? പ്രാപ്തി അഭാവാത് ഇത് ചെയ്ത് അല്ലേ? ഇത് ഇന്നത്തെ നിരീശ്വരവാദികൾ പോലും പറയാത്ത വാദമാണത്. മറുപടി പറയുന്നത് നാ, അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ ഉക്തത്വാത്, പറയപ്പെട്ടത് കൊണ്ട്. ആയിരക്കണക്കിന് ശ്രുതി സ്മൃതികൾ ഈശ്വരനെ പറയുന്നു, ഈശ്വരനെ സ്തുതിക്കുന്നു, ഈശ്വര മഹിമയെ കീർത്തിക്കുന്നു. അപ്പോൾ പിന്നെ പ്രാപ്തിയഭാവം നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ന ഹിംസ്യാദിവത് പ്രാപ്തിയഭാവാത് പ്രതിഷേധോ നാരഭ്യത ഇത് ചെയ്ത്. അങ്ങനെ പറയരുത്. ഈശ്വരനെ ഉണ്ടെന്ന് പറയുന്ന വാക്കുകളുണ്ട്, ഞാൻ സമ്മതിച്ചു.
ഈശ്വരനെ സമർത്ഥിക്കുന്ന വാക്കുകൾ വേദത്തിലുണ്ട്, സമ്മതിച്ചു. എന്നാൽ അത്തരം വാക്കുകളുള്ളത് കൊണ്ട് മാത്രം നിഷേധിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സമൂഹത്തിൽ നമുക്ക് അനുഭവപ്പെട്ടാൽ മതി നിഷേധിക്കുക. ഏതുപോലെ ന ഹിംസിയാത് ഇതിവത്, കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പം കൊല്ലരുത് എന്ന് നിഷേധിച്ചത് എന്തുകൊണ്ടാണ്? കൊല്ലുന്നത് നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അനുഭവമുണ്ട്. അപ്പോൾ കൊല്ലുന്നു എന്ന് അനുഭവമുള്ളത് കൊണ്ടാണ് കൊല്ലരുത് എന്നുള്ള നിഷേധം വരുന്നത്. അതുപോലെ ഈശ്വരനെ അനുഭവിക്കുന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ മതിയല്ലോ നിഷേധിക്കുക. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാലോ, അതാണ് ന ഹിംസ്യാതിരിവത് പ്രാപ്തി അഭാവാത് പ്രതിഷേധോനാരഭ്യതേ. അതുകൊണ്ടാണ് പ്രതിഷേധം ചെയ്യാത്തത്. ഇത് ചെയ്ത് എന്ന് പറഞ്ഞാലോ നാ, അങ്ങനെയും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈശ്വര സദ്ഭാവേ ന്യായസ്യ ഉക്തത്വാത്. ഈശ്വര സദ്ഭാവത്തിൽ ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിലേക്ക് ന്യായം പറയപ്പെട്ടതുകൊണ്ട്. നേരത്തെ പറയപ്പെട്ടിട്ടുണ്ട്. എന്താ പറയപ്പെട്ട്? ശ്രുതി സ്മൃതികൾ മാത്രമല്ല പറഞ്ഞത്. പ്രധാനപ്പെട്ട മറ്റൊരാശയം പറഞ്ഞത്, യാഗാദികർമ്മം കഴിഞ്ഞതിന് ശേഷമാണ് ഫലം വരുന്നത്. അപ്പം കർമ്മം ഫലം തരികയാണെന്ന് വെച്ചാൽ അപ്പം കർമ്മം ഫലം തരണം. അപ്പം കർമ്മമല്ല ഫലം തരുന്നത്, കർമ്മഭിന്നനായ മറ്റൊരാളാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അഥവാ അപ്രതിഷേധാദിതി കർമ്മണഃ ഫലദാനേ ഈശ്വരകാലാദീനാം ന പ്രതിഷേധഃ അസ്തി. മാത്രമല്ല, ഈശ്വരനെ പ്രതിഷേധിക്കാത്തത് കൊണ്ട് ഈശ്വരനുണ്ട്. ഏതുപോലെ? കർമ്മത്തിൻ്റെ ഫലദാനത്തിൽ ഈശ്വരൻ, കാലം തുടങ്ങിയവയുടെ പ്രതിഷേധം ഒരു ശാസ്ത്രത്തിലും ചെയ്യപ്പെട്ടിട്ടില്ല. കർമ്മത്തിൻ്റെ ഫലദാനം ചെയ്യുന്ന വിഷയത്തിൽ ഈശ്വരൻ, കാലം എന്നിവയുടെ പ്രതിഷേധം എവിടെയും ചെയ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈശ്വരൻ ഉണ്ട്. നച്ച നിമിത്താന്തര നിരപേക്ഷം കേവലേന കർത്രൈവ പ്രത്യുക്തം ഫലദം ദൃഷ്ടം. നിമിത്താന്തരത്തെ അപേക്ഷിക്കാതെ കണ്ട് കേവലമായ കർത്താവിനാൽ തന്നെ നൽകപ്പെടുന്ന ഫലം കാണപ്പെടുന്നില്ല. കർമ്മം കർത്താവ് ചെയ്യുന്നു, ഫലം ഉടനെ നേടുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന ഈശ്വരനുണ്ട്. ന വിനഷ്ടോപി യാഗഃ കാലാന്തരേ ഫലതഃ ഭവതി. വിനഷ്ടമായ യാഗം കാലാന്തരത്തിൽ ഫലപ്രദായകമാകുന്നില്ല. യാഗം ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. യാഗം പൂർത്തിയാക്കുന്ന നിമിഷം സ്വർഗം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം സ്വർഗം ഉണ്ട് എന്നുള്ളത് വേദം പറയുന്നു, അത് നീയും ഞാനും സ്വീകരിക്കുന്നു. നമ്മൾ രണ്ട് കൂട്ടരും സ്വീകരിക്കുന്നു. കാരണം ഇവിടെ പൂർവപക്ഷി എന്ന് പറഞ്ഞാൽ പൂർവമീമാംസകനാണ്. നേരെ മറിച്ച് ചാർവാകനാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു യാഗഫലമൊന്നും ഇല്ല എന്നാ പറയുക. ബൗദ്ധനാണെങ്കിലും യാഗഫലം ഇല്ല എന്നാ പറയുക. അവരോട് വേറെ ന്യായ പറയുക, അവരോട് ഈ ന്യായമല്ല പറയുക. ഓരോ സ്ഥലത്ത് വേണ്ടതാണ് പ്രയോഗിക്കുക. നമ്മുടെ അടുത്തുള്ള എല്ലായിടത്തും പ്രയോഗിക്കരുത്. പ്രതിയോഗിക്കനുസരിച്ചാണ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ പൂർവമീമാംസകനോട് സംസാരിക്കുന്ന സമയത്ത് പൂർവമീമാംസകൻ യാഗാദി ഫലത്തെ അനുകൂലിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറയുന്നത് യാഗത്തിന് ഫലം ഉണ്ടെന്ന് നീ ഞാനും വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് രണ്ടു പേർക്കും സമ്മതമാണ്. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, യാഗം കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടല്ലേ ഫലം കിട്ടുന്നത്. അപ്പോൾ കർമ്മം ജീവനോടുകൂടി ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ പിന്നെ ആരാ ഫലം തരുന്നേ? കർമ്മഭിന്നനായിട്ടുള്ള ഈശ്വരനാണ്. സേവ്യബുദ്ധിവത് സേവകേന സർവജ്ഞേശ്വരബുദ്ധൗ തു സംസ്കൃതായാം യാഗാദി കർമ്മണ വിനഷ്ടേ അഭി കർമ്മണി സേവ്യാദിവ ഈശ്വരാത് ഫലം കർത്തുഃ ഭവതീതി യുക്തം നതു പുനഃ പദാർത്ഥ വാക്യശതേനാപി ദേശാന്തരേ കാലാന്തരേ വാ സ്വം സ്വം സ്വഭാവം ജഹതി നഹി ദേശകാലാന്തരേഷു ചാഗ്നി
അനുഷ്ണോ ഭവതി. ഏവം കർമ്മണഃ അപി കാലാന്തരേ ഫലം ദിപ്രകാരമേവ ഉപലഭ്യതേ. ബീജക്ഷേത്ര സംസ്കാര പരിരക്ഷാ വിജ്ഞാനവത് കർത്തൃപേക്ഷഫലം കൃഷ്യാദി വിജ്ഞാന സേവ്യ ബുദ്ധി സംസ്കാര അപേക്ഷഫലം ച സേവാദി യാഗാദേഹേ കർമ്മണഃ തഥാ വിജ്ഞാനവത് കർത്തൃപേക്ഷഫലത്വാത് ഫലത്വ അനുപപത്തൗ കാലാന്തരഫലത്വാത് കർമ്മദേശകാലനിമിത്ത വിഭാഗ ബുദ്ധി സംസ്കാരാപേക്ഷം ഫലം ഭവിതും അർഹതി. സേവാദി കർമാനുരൂപ ഫലജ്ഞ സേവ്യ ബുദ്ധി സംസ്കാര അപേക്ഷ ഫലസ്യ ഇവ. തസ്മാ സിദ്ധഃ സർവജ്ഞഃ ഈശ്വരഃ സർവജന്തുബുദ്ധി കർമ്മഫല വിഭാഗ സാക്ഷി സർവഭൂതാന്തരാത്മാ യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തര ഇതി ശ്രുതേഃ. സേവ്യബുദ്ധിവത് സേവകേന സർവജ്ഞേശ്വരബുദ്ധൗ തു സംസ്കൃതായാം യാഗാദികർമ്മണ വിനഷ്ടേപി കർമ്മണി സേവ്യാദ് ഇവ ഈശ്വരാത് ഫലം കർത്തുഃ ഭവതി ഇതി യുക്തം. നതു പുനഃ പദാർത്ഥാഃ വാക്യശതേനാപി ദേശാന്തരേ കാലാന്തരേ വാ സ്വം സ്വം സ്വഭാവം ജഹതി. നഹി ദേശകാലാന്തരേഷു ച അഗ്നിഃ അനുഷ്ണഃ ഭവതി. ഏവം കർമ്മണഃ അപി കാലാന്തരേ ഫലം ദിപ്രകാരമേവ ഉപലഭ്യതേ. ബീജക്ഷേത്ര സംസ്കാര പരിരക്ഷാ വിജ്ഞാനവത് കർത്തൃപേക്ഷഫലം കൃഷ്യാദി വിജ്ഞാനവത് സേവ്യബുദ്ധി സംസ്കാരാപേക്ഷഫലം ച സേവാദി യാഗാദേഹേ കർമ്മണഃ തഥാ തഥാ വിജ്ഞാനവത് കർത്തൃപേക്ഷഫലത്വാനുപപത്തൗ കാലാന്തരഫലത്വാത് കർമ്മദേശകാലനിമിത്ത വിഭാഗ ബുദ്ധി സംസ്കാരാപേക്ഷം ഫലം ഭവിതും അർഹതി. സേവാദി കർമാനുരൂപ ഫലജ്ഞ സേവ്യ ബുദ്ധി സംസ്കാരാപേക്ഷ ഫലസ്യ ഇവ. തസ്മാത് സിദ്ധഃ സർവജ്ഞഃ ഈശ്വരഃ സർവജന്തുബുദ്ധി കർമ്മഫല വിഭാഗ സാക്ഷി സർവഭൂതാന്തരാത്മാ യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ ഇതി ശ്രുതേഃ. സേവകനാൽ സ്വാധീനിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രീതിപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ പ്രഭാവം ചെയ്യപ്പെട്ട സേവകനാൽ പ്രഭാവം ചെയ്യപ്പെട്ട അഥവാ പ്രീതിപ്പെടുത്തപ്പെട്ട സേവ്യൻ്റെ ബുദ്ധി. ഒരാൾ സേവ ചെയ്യുന്നുവെങ്കിൽ
ആർക്ക് ചെയ്യുന്നു അവൻ സേവ്യൻ, ആര് ചെയ്യുന്നു അവൻ സേവകൻ. അങ്ങനെ യാഗാദി കർമ്മം കൊണ്ട് സംസ്കൃതമായ സർവജ്ഞനായ ഈശ്വരൻ്റെ ബുദ്ധിയിൽ യാഗം നഷ്ടമായാലും സേവ്യനിൽ നിന്ന് സേവകൻ എന്നതുപോലെ ഈശ്വരനിൽ നിന്ന് ഫലം വരുന്നു എന്ന് പറയുന്നതാണ് യുക്തം. ഇപ്പോൾ ലളിതമായി രണ്ടായി മുറിച്ച് പറഞ്ഞാൽ, സങ്കീർണമായ വാചകത്തെ രണ്ടായി മുറിച്ച് പറഞ്ഞാൽ, എപ്രകാരമാണോ സേവകൻ്റെ പ്രവൃത്തിയാൽ പ്രഭാവിതനായ സേവ്യൻ സേവകന് ഫലം നൽകുന്നത്, അതുപോലെ യാഗാദി കർമ്മം കൊണ്ട് പ്രീതനായ പ്രീതൻ എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ട് പ്രീതനാവുക എന്നല്ല, കർമ്മപ്രഭാവം കൊണ്ട് ആ ഒരു ഫലപ്രദാനത്തിന് സമർത്ഥമാകുന്ന ഈശ്വരനിൽ നിന്നാണ് കാലാന്തരത്തിലും കർമ്മത്തിന് ഫലം വരുന്നത്. അല്ലാത്ത പക്ഷം കാലാന്തരത്തിൽ ഫലം വരരുതായിരുന്നു. കാരണം കർമ്മം അവിടെ തന്നെ നശിച്ചു. ഇതാണ് യുക്തം. ഇത് സിദ്ധാന്താണേ. പിന്നെ പദാർത്ഥങ്ങളുണ്ടല്ലോ, പദത്തിനർത്ഥം നിശ്ചിതമാണ്. ആ പദാർത്ഥം 1000 വാക്കുകൾ, 100 കണക്കിന് വാക്കുകൾ, വാക്യ ശതേനാഭി 100 കണക്കിന് വാക്കുകൾ പ്രയോഗിച്ചാലും ദേശാന്തരത്തിലോ കാലാന്തരത്തിലോ സ്വഭാവത്തെ ഉപേക്ഷിക്കുകയില്ല. 100 വാക്കുകൾ, നീ ഒരു വാക്കല്ല 100 വാക്ക് നീ പ്രയോഗിച്ചാലും പദാർത്ഥം സ്വരൂപത്തെ സ്വഭാവത്തെ ഉപേക്ഷിക്കുകയില്ല. അപ്പം കർമ്മഫലദാന സമർത്ഥനായ ഈശ്വരനുണ്ട് എന്നുള്ളത് നീ 100 പ്രകാരം തിരിച്ചും മറിച്ചും പറഞ്ഞാലും ഇല്ലാതാവുകയില്ല, ദേശാന്തരത്തിലോ കാലാന്തരത്തിലോ. ദേശാന്തരത്തിൽ അഗ്നി ചൂടില്ലാത്തതായി തീരുന്നില്ല. ഏത് പ്രദേശത്ത് പോയി കഴിഞ്ഞാലും അഗ്നിക്ക് ചൂട് തന്നെയാണ്, അഗ്നിയുടെ സ്വഭാവമാണ്. അപ്പം അഗ്നിയുടെ സ്വഭാവമായ ചൂട് അഗ്നി ഒരിടത്തും പരിത്യജിക്കുന്നില്ല. അതുപോലെ ഈശ്വരൻ സർവകർമ്മ ഫലദാതാവായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളത് എല്ലായിടത്തും ഉള്ളതാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഏവം കർമ്മണഹാപി കാലാന്തരേ ഫലം ദിപ്രകാരമേവ ഉപലഭ്യത. ഇതുപോലെ കർമ്മങ്ങൾക്കും കാലാന്തരത്തിൽ ഫലം 2 പ്രകാരത്തിൽ വന്നു ചേരുന്നുണ്ട്. ബീജക്ഷേത്ര സംസ്കാര പരിരക്ഷാ വിജ്ഞാനവത് കർത്തൃപേക്ഷഫലം കൃഷ്യാദി വിജ്ഞാനവ സേവ്യബുദ്ധി സംസ്കാരാപേക്ഷഫലം ച സേവാദി. എങ്ങനെയാണ് 2 തരത്തിൽ ഫലം വന്നു ചേരുന്നത്? ബീജ ക്ഷേത്ര സംസ്കാര ഒക്കെ വായിച്ചതാണ്. പരിരക്ഷ വിജ്ഞാനത്തോടുകൂടി കർത്തൃപേക്ഷമായിട്ട് കൃഷ്യാദിയുടെ ഫലം വന്നു ചേരുന്നു. കൃഷ്യാദിയുടെ ഫലം എങ്ങനെയാണ് വന്നു ചേരുന്നത്? ബീജ ക്ഷേത്ര സംസ്കാര പരിരക്ഷാ വിജ്ഞാനത്തോടൊത്ത കർത്താവിൻ്റെ അപേക്ഷയിൽ കർമ്മത്തിന് ഫലം വന്നു ചേരുന്നു. എന്തൊക്കെയാണ്? ഒന്ന് ബീജം, വിത്ത്. നല്ല വിത്ത് തിരഞ്ഞെടുക്കണം. വിത്ത് മോശമായാലൊക്കെ മോശമാവും. ഇപ്പോൾ വിത്ത് നന്നാവണം. 2 ക്ഷേത്രം, നല്ല കൃഷിഭൂമി ആയിരിക്കണം. നല്ല വിത്ത് കൊണ്ടുവന്ന് പാറപ്പുറത്തിട്ടിട്ട് കാര്യമില്ല, കൃഷിഭൂമി ആയിരിക്കണം. പോരാ, ആ കൃഷിഭൂമിയെ സംസ്കരിക്കണം. ഉഴുത് മറിച്ച് മറ്റ് വേണ്ടാധീനങ്ങളൊക്കെ മാറ്റി വേണ്ടതൊക്കെ നിലനിർത്തി അങ്ങനെ സംസ്കരിക്കണം. പോരാ, യഥാസമയം വെള്ളം കൊടുത്തും മറ്റ് ജന്തുക്കളിൽ നിന്ന് രക്ഷിച്ചും അങ്ങനെയൊക്കെ പരിരക്ഷ ചെയ്യണം. ആ അറിവുകളെല്ലാമുള്ള കർത്താവിന് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റൂ. അല്ലാതെ കൃഷി നല്ലതാണെന്നും പറഞ്ഞിട്ട് കൃഷിയെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാൾ കൃഷി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അത് വയ്യ. ഇതെല്ലാം, ഈ അറിവെല്ലാമുള്ള കർത്താവ്, ആ കർത്താവ് അപേക്ഷയിൽ കൃഷിയാദിക്ക് ഫലം ലഭിക്കുന്നു. ശരി.
വിജ്ഞാനവ സേവ്യബുദ്ധി സംസ്കാര അപേക്ഷ ഫലം ച സേവാദി. എങ്ങനെ സേവ ചെയ്യണം എന്നറിവുള്ള സേവകൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് സേവ്യനിൽ സംസ്കാരം ജനിപ്പിക്കുമ്പോൾ, സേവ്യനിൽ സന്തോഷമായി എന്നുള്ള രീതിയിൽ സംസ്കാരം ജനിപ്പിക്കുമ്പോൾ സേവാദിക്ക് ഫലം ലഭിക്കുന്നു. അല്ലാണ്ട് ചെയ്യുന്ന സേവയ്ക്കൊക്കെ ഫലമുണ്ടോ? അതില്ല. ഞാൻ സേവയാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സേവ്യനെ ഉപദ്രവിച്ചാലോ? ഞാൻ സേവയാണ് ചെയ്യണത്, അതാണ് അങ്ങോട്ട് തിരിയാൻ വയ്യ, അങ്ങോട്ട് തിരിയാൻ വയ്യ, ഞാൻ സേവയ്ക്ക് തയ്യാറാട്ടുവോ? എടാ നീ ഒന്ന് പോ, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അല്ല, ഞാൻ സേവയ്ക്ക് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാലോ? അല്ലേ? അപ്പോൾ അവിടെ വിപരീത ഫലം ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സേവ എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്ന സേവകൻ്റെ ക്രിയയാൽ സേവ്യനിൽ പ്രഭാവം വരുമ്പോൾ ഫലം വരുന്നു. അതുപോലെയാണ് സേവാദി ഫലം. യാഗാദേഹ കർമ്മണഃ തഥാ വിജ്ഞാനവത് കർത്തൃപേക്ഷ ഫലത്വ അനുപപത്തൗ കാലാന്തരഫലവത്വാത് കർമ്മദേശകാലനിമിത്ത വിഭാഗ ബുദ്ധി സംസ്കാരാപേക്ഷം ഫലം ഭവിതുമർഹതി. യാഗാദി കർമ്മത്തിനും അതുപോലെ അറിവുള്ളതായ കർത്താവിൻ്റെ അപേക്ഷയിൽ മാത്രം ഫലം വന്നു ചേരുക എന്നുള്ളതില്ല. അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം? കാലാന്തരത്തിൽ ഫലം വന്നു ചേരുന്നത് കൊണ്ട് കർമ്മം, ദേശം, കാലം, നിമിത്തം, വിഭാഗം, ബുദ്ധി, സംസ്കാരം എന്നിവയുടെ അപേക്ഷയിൽ. എന്തൊക്കെയാണ് യാഗത്തിന്? ഒന്ന് കാലം പ്രധാനമായി നോക്കണം. യാഗം ചെയ്യേണ്ടുന്ന കാലം നിർണയിക്കണം, അല്ലാണ്ട് തോന്നിയോണല്ല. വേദാന്ത പഠനത്തിന് കാലം പ്രസക്തമല്ല, അതിന് കാലം പ്രസക്തമല്ല. യാഗാദി കർമ്മത്തിന് കാലം പ്രസക്തമാണ്. ഇപ്പോൾ ഒരാൾ യാഗം നിശ്ചയിക്കുകയാണ്, ഇപ്പോൾ അത് പൂർത്തിയായിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ട്? പെരുമഴക്കാലാണ്, നല്ല കാറ്റാണ്, പന്തലിട്ടൂടെ? പന്തലും പൊളിഞ്ഞു വീഴാം. ഒരിക്കലും ഈ സമയത്ത് യാഗം നിശ്ചയിക്കില്ല. അപ്പോൾ യാഗം നിശ്ചയിക്കണപ്പോൾ ഉത്തരായണം നോക്കിയിട്ട് യാഗം നിശ്ചയിച്ചാൽ മഴ പെയ്തൂടെ? അത് പെയ്യാം, അതൊരു സാധ്യത മാത്രമാണ്, നിയമമില്ല. അപ്പം അങ്ങനെയുള്ള കാലം നോക്കണം, അതിന് കാലജ്ഞന്മാർ വേണം. പിന്നെന്ത് വേണം? കാലാന്തര ഫലത്വം. അത് കർമ്മ ദേശകാല, ദേശം നോക്കണം. ഉചിതമായ ദേശം തിരഞ്ഞെടുക്കണം. യാഗത്തിന് പറ്റുന്ന ദേശമായിരിക്കണം. എല്ലാ ദേശവും പറ്റില്ല. അതിനവിടെ നിമ്നോന്നത ഭാവം, ഇങ്ങനെ നദീ സാന്നിധ്യം, ഇങ്ങനെ പല വിഷയങ്ങൾ യാഗദേശം പരിശോധിക്കേണ്ടി വരും. മറ്റ് നിമിത്തങ്ങൾ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വേണ്ടുന്നതായ നിമിത്തങ്ങൾ പരിശോധിക്കണം. ആ കർമ്മത്തിൻ്റെ വിഭാഗം എന്താണ്? ആ കർമ്മത്തിൻ്റെ ക്രിയയുടെ ഫലരൂപമായി വരുന്ന വിഭാഗം എന്താണെന്ന് ശരിക്ക് പരിശോധിക്കണം. ഇതിൻ്റെയൊക്കെ വിഭാഗജ്ഞാനം ഉണ്ടാവണം. പിന്നെ അങ്ങനെയുള്ള എല്ലാത്തിനെയും അപേക്ഷിച്ചുകൊണ്ടാണ് യാഗത്തിന് ഫലം വന്നു ചേരുന്നത് എന്ന് പറയുന്നത് യുക്തമാണ്. അങ്ങനെ വരുമ്പോൾ സേവാദി കർമാനുരൂപ ഫലജ്ഞ സേവ്യബുദ്ധി സംസ്കാരാപേക്ഷ ഫലസ്യ ഇവ, സേവാദി കർമ്മത്തിന് അനുരൂപമായി ഫലജ്ഞനായ സേവ്യൻ്റെ, ഫലജ്ഞനാണ് സേവ്യൻ, ഫലത്തെക്കുറിച്ച് എന്ത് ഫലം നൽകണം എന്ന് അറിവുള്ളവനാണ് ആര്? സേവ്യൻ. സേവകനല്ല. അപ്പോൾ ഫലജ്ഞനായ സേവ്യൻ, ആ സേവ്യൻ്റെ ബുദ്ധിയെ സംസ്കരിച്ചെടുത്ത് എന്നുവെച്ചാൽ ഒക്കെ ഒന്ന് സന്തോഷിപ്പിച്ച് പ്രഭാവിതമാക്കി തീർത്ത് അങ്ങനെയാണ് സേവാഫലം വന്നു ചേരുന്നത്. ഇല്ലേ? ഫലജ്ഞനായിരിക്കണം. ഫലജ്ഞനല്ലാച്ചാൽ ശരിയാവില്ല. മനസ്സിലാവുണ്ടല്ലോ?
ആ തസ്മാത് അതുകൊണ്ട് അപ്രകാരമുള്ള സർവജ്ഞനായ ഈശ്വരനുണ്ട്. ഈ ഫലം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട്, കർമ്മത്തിന് ഫലം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് കർമ്മങ്ങളെയും ഫലങ്ങളെയും അതിനോട് ചേർന്ന മറ്റ് ഘടകങ്ങളെയെല്ലാം അറിയുന്നവനായ ഈശ്വരൻ ഉണ്ട്. സർവജന്തു ബുദ്ധി കർമ്മഫല വിഭാഗസാക്ഷി, സർവജന്തുക്കളുടെയും ബുദ്ധിയെയും കർമ്മത്തെയും ഫലത്തെയും വിഭാഗത്തെയും എല്ലാം നോക്കിക്കണ്ടറിയുന്ന ഈശ്വരനുണ്ട്. സർവഭൂതാന്തരാത്മാ, അവനെവിടെ നിവസിക്കുന്നു? സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായി നിവസിക്കുന്നു. അപ്പോഴേ ഈ ഫലപ്രദാനം ശരിയാവുള്ളൂ. ഇതാണ് സിദ്ധമായത്. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, സാക്ഷാത് അപരോക്ഷമാണ് ബ്രഹ്മം. അപരോക്ഷം, പ്രത്യക്ഷമല്ല പരോക്ഷമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് ചിന്തിച്ചു. യ ആത്മാ സർവാന്തരഃ, യാതൊരാത്മാവാണോ സർവാന്തരമായിട്ടുള്ളത് അത് തന്നെയാണ് ബ്രഹ്മം എന്ന് ശ്രുതി പറയുന്നു. ബൃഹദാരണ്യക ശ്രുതിയാണത്. സ ഏവ ച അത്ര ആത്മാ ജന്തൂനാം നാന്യോ അതോ അസ്തി ദ്രഷ്ട ശ്രോത മന്ത വിജ്ഞാത നാന്യതോസ്തി വിജ്ഞാതൃ ഇത്യാദ്യാത്മാന്തര പ്രതിഷേധശ്രുതേ തത്വമസി ഇതി ച ആത്മത്വോപദേശാത് നഹി മൃത്പിണ്ഡഃ കാഞ്ചനാത്മത്വേന ഉപദിശ്യതേ. സ ഏവ ച അത്ര ആത്മാ ജന്തൂനാം ന അന്യഃ അതഃ അസ്തി ദ്രഷ്ട ശ്രോത മന്ത വിജ്ഞാത നാന്യതോസ്തി വിജ്ഞാതൃ ഇത്യാദ്യാത്മാന്തര പ്രതിഷേധശ്രുതേ തത്വമസി ഇതി ച ആത്മത്വോപദേശാത് നഹി മൃത്പിണ്ഡഃ കാഞ്ചനാത്മത്വേന ഉപദിശ്യതേ. അതുകൊണ്ട് ഇത് തന്നെയാണ് ഈ സർവജന്തുക്കളുടെയും അന്തര്യാമിയായി നിലകൊള്ളുന്ന ആത്മാവ് തന്നെയാണ് പരമാത്മാവ്, ബ്രഹ്മം. അല്ലാതെ മറ്റൊരു ദ്രഷ്ടാവില്ല, മറ്റൊരു ശ്രോതാവില്ല, മറ്റൊരു മന്താവില്ല, മറ്റൊരു വിജ്ഞാതാവില്ല. കാണുന്നവനും കേൾക്കുന്നവനും മനനം ചെയ്യുന്നവനും അറിയുന്നവനും എല്ലാം അവൻ തന്നെയാണ്. അവൻ പല ഉപാധികളോടുകൂടെ ചേർന്ന് പല പ്രകാരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. ഞാൻ തന്നെ കണ്ണിലൂടെ ആകുമ്പം കാണുന്നവനായി, ചെവിയിലൂടെ ആകുമ്പം കേൾക്കുന്നവനായി, രണ്ടും ഞാൻ ഒരാൾ തന്നെയാണ്. മൂക്കിലൂടെ ആകുമ്പോൾ മണക്കുന്നവനായി. ഈ ഞാൻ തന്നെ സമഷ്ടി ഉപാധിയിൽ ഈശ്വരനായി, വ്യഷ്ടി ഉപാധിയിൽ ജീവനായി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ന അന്യത് അതോസ്തി വിജ്ഞാതൃ, അതിൽ നിന്ന് ഭിന്നനായ മറ്റൊരു വിജ്ഞാതാവില്ല എന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. ആത്മാന്തര പ്രതിഷേധ ശ്രുതി, മറ്റൊരാത്മാവിനെ ശ്രുതി പ്രതിഷേധിക്കുന്നുണ്ട്. ആത്മഭിന്നമായ ഈശ്വരനെ ശ്രുതി പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരഭിന്നമായ ആത്മാവിനെ ശ്രുതി പ്രതിഷേധിക്കുന്നു. ഇതിൽ നിന്ന് ഭിന്നനായിട്ട് മറ്റൊരാളില്ല എന്ന് മാത്രമല്ല, തത്വമസി എന്ന് ആത്മത്വോപദേശം ചെയ്യുന്നു. അത് നീ തന്നെയാണ്. ആ പരമമായി നീ ഇത്രയും കാലം അന്വേഷിച്ച പരമസത്യം നീ തന്നെയാണെന്ന് ആത്മത്വോപദേശം ചെയ്യുന്നു. ഒരു മൺകട്ടയെ ചൂണ്ടിയിട്ട് ഇത് സ്വർണമാണെന്ന് ഗുരു ഉപദേശിക്കുകയില്ലല്ലോ. അപ്പോൾ സത്യവാക്കായ ഗുരു, സത്യവാക്കായ വേദം സത്യമേ ഉപദേശിക്കൂ. അപ്പോൾ അത് നീ ആകുന്നു എന്ന് ഉപദേശിച്ചാൽ അത് നീ തന്നെയാണ്. അല്ലാതെ മൺകട്ടയെ ചൂണ്ടിയിട്ട് ഇത് സ്വർണമാണെന്ന് പറയുകയില്ല. ഒന്നിച്ച് പോണില്ലേ?
ജ്ഞാനശക്തി കർമ്മോപാസ്യോപാസക ശുദ്ധാശുദ്ധമുക്താമുക്തഭേദാഭേദാത്മഭേദ ഏവ ഇതി ചേത് ന ഭേദദൃഷ്ടി അപവാദാത് യദുക്തം സംസാരിണ ഈശ്വരാദന്യ അനന്യ ഇതി തത് ന. ജ്ഞാനശക്തി കർമ്മോപാസ്യോപാസക ശുദ്ധാശുദ്ധമുക്താമുക്തഭേദാത് അത് മുറിക്കാൻ വയ്യ, ഒറ്റ വാക്കാണ്. ജ്ഞാനശക്തി കർമ്മോപാസ്യോപാസക ശുദ്ധാശുദ്ധമുക്താമുക്തഭേദാത് ആത്മഭേദ ഏവ ഇതി ചേത് ന ഭേദദൃഷ്ടി അപവാദാത്. ജ്ഞാനം, ശക്തി, കർമ്മം, ഉപാസ്യം, ഉപാസകൻ, ശുദ്ധം, അശുദ്ധം, മുക്തം, അമുക്തം, ഭേദം, അഭേദം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ആത്മഭേദമുണ്ടെന്ന് പറഞ്ഞാലോ? നിങ്ങൾ പറയണോ ആത്മാവ് ഒന്നാണ്, എല്ലാവരിലും എല്ലാത്തിലും ഒന്നാണെന്ന് പറയുന്നു. എനിക്കത് സ്വീകരിക്കാൻ വിഷമമുണ്ട്. എന്തുകൊണ്ട്? ചിലർക്ക് ജ്ഞാനമുള്ളപ്പോൾ മറ്റു ചിലർക്ക് ജ്ഞാനമില്ല. ജ്ഞാനഭേദമുണ്ട്. ശക്തി, ചിലർ ശക്തന്മാരാണ്, ചിലർ അങ്ങനെയല്ല. കർമ്മം, ഒരാൾ ചെയ്യുന്ന കർമ്മവും വേറൊരാൾ ചെയ്യുന്ന കർമ്മവും വ്യത്യാസമുണ്ട്. ഉപാസക ഭേദം. ഒന്നാന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഞാൻ വിഷ്ണുവെ പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ വിഷ്ണു ഉപാസ്യനാണ്, ഞാൻ ഉപാസകനാണ്. അങ്ങനെ ഉപാസക ഭേദം. ശുദ്ധാശുദ്ധ ഭേദം. സ്നാനാദികൾ വിധിക്കപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രത്തിൽ. അപ്പോൾ അശുദ്ധൻ എന്നൊരവസ്ഥയുണ്ട്. ആ അശുദ്ധൻ എന്ന അവസ്ഥയിൽ നിന്ന് സ്നാനം ചെയ്ത് ശുദ്ധനാവാം. ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് ഒരാൾ തന്നെയല്ലേ എന്ന് ചോദിക്കരുത്. ഇതുപോലെ വ്യത്യസ്ത ആൾക്കാർ, ശുദ്ധന്മാരുമുണ്ട് അശുദ്ധന്മാരുമുണ്ട്. അതുപോലെ ശാസ്ത്രം മുഴുക്കെ മുക്തിക്കുള്ള മാർഗങ്ങൾ പറയുന്നത് കൊണ്ട് അമുക്തനുമുണ്ട് മുക്തനുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ വക ഭേദങ്ങൾ ഉള്ളത് കൊണ്ട് ആത്മാവ് ഭിന്നമാണെന്നല്ലേ പറയേണ്ടത്? അഭേദമാണെന്ന് പറയാവോ? അങ്ങനെ പറയരുത്, ഭിന്നമാണെന്ന് പറയരുത്. എന്തുകൊണ്ട്? ഭേദദൃഷ്ടി അപവാദാത്. ശാസ്ത്രം ഭേദദൃഷ്ടിയെ മുഴുവൻ അപവദിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഭേദദൃഷ്ടി വയ്ക്കരുത്. ഭേദദൃഷ്ടി മുഴുവൻ ഉപാധിയെ സംബന്ധിച്ചുള്ളതാണ്, ചൈതന്യ സ്വരൂപത്തെ സംബന്ധിച്ചുള്ളതല്ല. അപ്പോൾ ഭേദങ്ങളില്ല എന്ന് പറയുന്നില്ല, ഭേദങ്ങളുണ്ട്. ആ ഭേദങ്ങളെ നിരസിക്കാനാണ് നേതി ഇതല്ല, ഇപ്രകാരമല്ല എന്നീ വിധം ഉപദേശിക്കുന്നത്. അസ്ഥൂലമനാണു അഹ്രസ്വം, സ്ഥൂലമല്ല, സൂക്ഷ്മമല്ല, ദീർഘമല്ല, ഹ്രസ്വമല്ല എന്നൊക്കെ നിഷേധിച്ച് പോകുന്നത് എന്തിനാ? ഭേദങ്ങളുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. ആ വ്യാവഹാരികങ്ങളായ ഉപാധിക ഭേദങ്ങളല്ല ആത്മാ എന്നർത്ഥം.